2026 നടത്തിവരുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 52 ആഴ്ചകളിലായി എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തിവരുന്ന നാടകമേളയുടെ അമേച്ചർ നാടകങ്ങളുടെ 4ാം നാടകമായ ഇന്ന് ചെന്നൈ നാടകവേദി അവതരിപ്പിക്കുന്ന ഉമ്മാച്ചു നാടകം നമ്മൾ ഉടനെ ആരംഭിക്കുകയാണ്. ഇവരാണ് ഉമ്മാച്ചു. കാലത്തിനടർത്തി മാറ്റാനാവാത്ത മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഉറൂബിന്റെ ഉമ്മാച്ചു. ഒരേ സമയത്ത് വെളിച്ചവും തോയും തുപ്പുന്ന തീ പോലെ ഒരു പെണ്ണായി മലയാളത്തിൽ കുടിയേറിയ ഉമ്മാച്ചു. സമുദായത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കെട്ടുറപ്പ് ഭേദിക്കാനാകാത്ത ഒരു കാലഘട്ടത്തിന്റെ പെൺ പ്രതിനിധിയായി സ്വന്തം ഇഷ്ടം മറച്ചു വെക്കേണ്ടതായി വന്ന ഒരു സാധാരണ സ്ത്രീ. ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റിന്റെ കുറ്റബോധത്താൽ നീറി ജീവിച്ച ഒരു പെണ്ണ് പിന്നീട് സ്നേഹനിധിയായ ഒരു അമ്മയായി മാറി. ആ സ്നേഹത്തിന്റെ നീറ്റിൽ നിന്ന് ആടിക്കത്തിയൊരു തീയായി, കനൽക്കട്ടയായി പുക പരത്തി കെട്ടതായി ഉമ്മാച്ചു. നാടകരചന ശ്രീ VP രാമചന്ദ്രൻ. അവതരണം ചെന്നൈ നാടകവേദി. അങ്ങും ആനന്ദവാടിയില് ചിന്നമ്മൂം കൊച്ചുമക്കളൊക്കെ ഇപ്പൊ അവിടെയല്ലേ. ചിന്നമ്മൂന് ജോലിക്കാഴ്ച കിട്ടി. ഇപ്പൊ അവിടെ ഒരു സ്കൂളില് ടീച്ചറാ. സുഖം, പരമസുഖം. ആയിഷ ഇപ്പൊ 10ാം ക്ലാസ്സിലാ പഠിക്കുന്നു. കൃഷ്ണനുണ്ണിയാണെങ്കിലോ ഒന്നും പറയണ്ട. ചുമ്മാ നിങ്ങള് ചെറിയ പ്രായത്തില്
അധ്യായം 1 അൽ ഫാത്തിഹ മക്കയിൽ അവതരിച്ചത്. വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് ഈ അധ്യായത്തോടെ ആയതുകൊണ്ടാണ് ഇതിന് ഫാത്തിഹ അഥവാ പ്രാരംഭം എന്നു പേർ നൽകപ്പെട്ടത്. പരമകാരുണികൻ കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സ്തുതി സർവലോക പരിപാലകനായ അല്ലാഹുവിനാകും. പരമകാരുണികനും കരുണാനിധി. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണം. പെരുമ്പാടം പള്ളിനെ പറ്റി കേട്ടിട്ടുണ്ടാ? കൊണ്ടോട്ടി പള്ളിനെ കാട്ടി മുന്തിയത് ആ പെരുമ്പാടം പള്ളി. അത് മുന്തിയതായിട്ട് തന്നെയാ. എന്റെ ഉപ്പാപ്പാന്റെ ബാപ്പയല്ലേ അതുണ്ടാക്കാനേ ഇമ്മണി കാലെടുത്തിരിക്കുന്നത് അറിയാനക്ക്. ഉമ്മാച്ചു, ഞാൻ എന്റെ അടുത്തല്ല പറഞ്ഞ ഒന്നിങ്ങോട്ട് നോക്കും ഉമ്മാച്ചു. നീ എന്റെ താഴെ കൂടെ കണ്ടിട്ടുണ്ടാ? നീ കണ്ടിട്ടില്ല? കട്ടി പൊന്നുണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്. പെരുമ്പടവ് പള്ളിന്റെ മുകളിൽ കയറി നോക്കിയാലേ മെക്ക മെദീന വരെ കാണാം അറിയണക്ക്. ആ സംശയം ഉണ്ടാ? പിന്നെ മുന്തിയതാട്ടെ പെരുമ്പടവ് പള്ളിന്റെ കുണ്ടിക്കിന് കാണാൻ കൊണ്ടോട്ടി പള്ളി. പിന്നെ കൊണ്ടോട്ടി പള്ളിന്റെ കുണ്ടിക്കിന് കാണാൻ പെരുമ്പടവ് പള്ളിക്ക് കേക്കുമാച്ചു പെരുമ്പടവ് പള്ളി മുന്തിയതാ. ഈ ഉമാച്ചിനെ കൊണ്ട് ഞാനും തോറ്റു. കേക്കുമാച്ചു പെരുമടപ്പാളി മുന്തിയതാ 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 അല്ല മുന്തിയതാ അല്ല മുന്തിയതാ. ഒന്ന് പോവാൻ മാച്ചു, അതെനക്ക് ഭയത്തെ. വേണ്ടമായ വേണ്ട. ഇനിയും ഞങ്ങളോട് ചില കാരണത്തിനാ കാച്ചു. നീ പോടാ കാണാടാ. മാറിക്കം
പ്രശ്നം തീർന്നു മാച്ചു. മാച്ചു ഇത് കിണ്ടിയാണോ മാച്ചു? ആടയുണ്ട്. കിണ്ടിയുടെ മോനൊക്കെ പോയല്ലോ. വീട്ടിൽ പോയി അമ്മയോട് എന്താ പറയാ? ഒന്ന് പോ മാച്ചു. നീ പോടാ പരകൊടനായേ. പരകൊടനായൻ പരകൊടനായൻ. എന്റെ ഉമ്മാച്ചുണ്ടല്ലോ, ഓളൊരു മൊഞ്ചത്തി. കണ്ണിൽ പോയി കസന്തങ്ങൾ, കവിളത്ത് പോയുമ്പോ ഇനിയൊരു പൂക്കളുള്ളൊരു മൊഞ്ചത്തി. മായന ഇവിടെ മായന എന്താണ്ടാ? ഞമ്മ എവിടെയൊക്കെ തിരയുന്നതാ? നീ ഇവിടെ കുത്തിരിക്ക. അല്ല, നമ്മളെന്റെ തലയ്ക്ക് മുമ്പ് മായന ഞമ്മക്ക് ഞമ്മക്ക് എന്തോ ഒരു ബേജാറ് പോലെ മായന. ഞമ്മക്ക് എന്താണെന്നറിയില്ല, എന്നാലും എന്തോ ഒരു ബേജാറ് മായന. ഈ ബേജാറൊക്കെ കിടക്കുന്നതാ. മായന മായന നീ നമ്മുടെ ചങ്ങായി അല്ലടാ. നീ നമ്മുടെ ചങ്ങായി ആയതുകൊണ്ട് ഞാൻ ഇവരോട് പറയട്ടാ. ഈ അടുത്ത് പറയാ പറയൂലടാ. നമ്മുടെ ഉമ്മാച്ചു ഇല്ല. ഉമ്മാച്ചു നോക്കൊന്നും പറ്റിട്ടില്ല മായന. നമ്മ പറഞ്ഞു ക്ഷമിക്കുന്നത്. നമ്മുടെ ഉമ്മാച്ചുവിന ഉമ്മാച്ചുവിന ഞമ്മ തന്നെയാ നിക്കാതെ കഴിക്കുവാന്ന ഞമ്മക്ക് തോന്നുന്നത്. പിന്നെ കെട്ടാൻ കഴിയൂല. അതുമായി നീ എന്താ അങ്ങനെ പറയണ? അന്നെ കൊണ്ട് കെട്ടാൻ കഴിയൂല. അതന്നെ അതെങ്കിൽ ഉറപ്പിച്ച് പറയുന്നത്. അതെനിക്ക് ഇതുവരെയൊക്കെ തിരിഞ്ഞില്ല. എന്ത്? ഓളെ അത്തറുക്കാന്റെ മോളാ. ഓളെ കെട്ടാന്ന് പറഞ്ഞ എന്റെ ബാപ്പന്റെ ഇടയ്ക്ക് ചെന്നാ മതി. ഇപ്പൊ കിട്ടിത്തരും. അതിന് അത്ര നിൽക്കുന്നത് അത്ര മോശപ്പെട്ട പണിയൊന്നുമല്ലല്ലോ. ഞമ്മ ബാപ്പാനോട് പറയും. അത്ര മോശപ്പെട്ട പണിയൊന്നുമില്ല. ഈ വക പക്കാലത്തൊന്നും എന്റെ ബാപ്പാന്റെ ചെട്ടിപ്പൊക്കൂലോ. ഇനി പാടാ കണ്ടാണ് ഓരോന്ന് പറയുന്ന. അപ്പൊ ഞമ്മ കുമ്മാച്ചൂടെ കെട്ടാൻ കഴിയില്ല അല്ല? അപ്പൊ അതല്ല എന്നോട് ഉത്തരാരം പറഞ്ഞായിരുന്നു. നോക്ക് ബിരാനെ, ഇന്ന് ആ പൂതിയൊക്കെ അങ്ങോട്ട് മനസ്സിന് കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു നല്ല പെണ്ണിനെ കെട്ടിക്കോ. ഉമ്മാച്ചൂനേക്കാളും എത്ര മുന്തിയ പെണ്ണുങ്ങളുണ്ട് ഈ ദുനിയാവില്. അനക്ക് എന്തിനാണ് അത്രക്കന്റെ മോള് ആ മത്തങ്ങപ്പുറി തന്നെ അനുഭവിക്കണം. ഉമ്മാച്ചൂന്റെ അത്ര മുന്തിയ പെണ്ണുങ്ങൾ ഈ ദുനിയാവിലുണ്ടെങ്കിൽ തന്നെ എനിക്കെന്ത് ഉമ്മാച്ചു ആ മുന്തിയ ഓരോ മൊഞ്ചും മോറുമുള്ള ഒറ്റ പെണ്ണിനെയും നമ്മൾ ഈ ദുനിയാവിൽ കണ്ടിട്ടില്ല. ഇനി കാണാനും പോകുന്നില്ലടോ. നമ്മൾ കേട്ടോ മായന ഇവിടെ മായന നീ ബാടാ. നീ നമ്മുടെ ചങ്ങായി അല്ലടാ. എനിക്ക് നമുക്ക് എന്തെങ്കിലും ഭയ പറഞ്ഞു തരണം മായന. പറഞ്ഞാലൊന്നും നമ്മളെ ഉണ്ടാവില്ല. പിന്നെ ഇച്ചി പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു ചങ്ങായെന്ന് പറയാം. ഇച്ചി വലിയ മറ്റേ ചേക്കുട്ടി മുതലാളിയുടെ മോനാ. അതിനിപ്പോ എന്താ മായന? അതിനിപ്പോ എന്താന്ന് അത്ര അയ്യ മോളെ കെട്ടിയെന്ന് വെച്ചാൽ വേറെ നാണക്കേടില്ല. മോദിയാകാത്ത ഭർത്താനം കൊണ്ട് വരല്ലേ. നമുക്ക് വേറെ പണിയുണ്ട്. ഞാൻ ഒരു അത്രയാന്റെ മോളെ കെട്ടാന്ന് പറഞ്ഞ എന്റെ ബാപ്പാന്റെ അടുക്ക് ചെന്ന ബാക്കി നമ്മൾ പറയണ്ടല്ല. ഓരോ ഭർത്താനം പോയാൽ നമുക്ക് വേറെ പണിയുണ്ട്. ഇവിടെ മായ ഞമ്മൊരു കാര്യം ചോദിച്ചപ്പോ ഉനക്ക് പറ്റൂല. ആരാണ് പറഞ്ഞു? ഞമ്മക്കൊണ്ട് ഉമ്മാച്ചിനെ കെട്ടാൻ കഴിയില്ല. കെട്ടും. ഈ ഞാൻ തന്നെ കെട്ടും. ഉമ്മാച്ചിനെ ഞാൻ തന്നെ കെട്ടും. നീ വേണം നോക്കണം. നമ്മൾ കെട്ടാൻ കഴിയില്ല. ഞമ്മൾ കെട്ടെന്ന് വെച്ചാ ഞങ്ങൾ കെട്ടും. കെട്ടാൻ കഴിയില്ല. എന്താട്ടോ ബീരാനെ ഇഞ്ചി കരിച്ച കുറങ്ങിനെ പോലെ ഇരിക്കുന്നത്?
ഒന്നുമില്ല എന്നങ്ങോട്ട് പറയണ്ട. ആ ഒന്നുമില്ല എന്ന് പറയുന്നതില് എന്തോ ഉണ്ട്. അന്റെ മോറ് കണ്ടാ ഞമ്മക്കറിയാം. എന്താ തെറ്റ് പറടോ, ഞമ്മത് കുത്തിക്കണ്ട് പറ, ഞമ്മക്ക് പൈ ഉണ്ടാക്കാനേ. ഉമ്മാച്ചിന്റെ കാര്യം എന്താണ് ഉമ്മാച്ചി ഓക്കിന്റെ പറ്റിയത്? ഓക്കൊന്നും പറ്റിട്ടില്ല. പറ്റിയത് ഞമ്മക്കാവും തൊട്ടിക്കാം. തെളിച്ച് പറടോ, ഞമ്മക്ക് പൈ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഉമ്മാച്ചനെ നിക്കാവ് വയ്ക്കണമെന്ന് ഞമ്മളെ എത്രത്തായി കേക്കണ്. ആ അത്ര എനിക്കെന്റെ മോളെയാ. അതിനെന്റെ ബാപ്പ സമ്മതിക്കും തോന്നുന്നുണ്ടോ? അന്റെ ബാപ്പ എവിടെ കിടക്കുന്നത്? ആ അത്ര എവിടെ കിടക്കുന്നത്? വേണ്ട മോനെ, വേണ്ട, വേണ്ടാത്ത ഏടാക്കൂടത്തിനും പോണ്ട. ഇതിന്റെ ബാപ്പ സമ്മതിക്കൂല. നമ്മൾ പറയുന്നു നിങ്ങളൊന്ന് ബാപ്പാനോട് പറഞ്ഞു. ഞമ്മള് പറഞ്ഞിട്ട് എന്നിട്ട് വേണം അന്റി ഇഞ്ചി തല പോവാൻ. വേണ്ടാത്ത ഏടാക്കൂടത്തിനും പോണ്ട, തല പോകുന്ന കേസാണ്. പറഞ്ഞില്ലും പറ്റില്ല. കേട്ടിക്കില്ല. അന്റെ ഉപ്പ എനിക്കറിയാലോ. അതുമല്ല കാര്യമോ, ഓക്ക് വേറെ പല ആലോചനകളൊക്കെ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതൊക്കെ ഓള് വേണ്ട നമുക്ക് എത്ര എന്താ അതെന്താ തൊട്ടിക്കാം. ഓക്കെ ഓക്കെ വേറെ ഉണ്ടാ ചോദിച്ച ശരിക്ക് ഞമ്മളിപ്പോ അന്നോടത് എങ്ങനെയാ പറയാ? ഒന്ന് പറയാൻ തൊട്ടിക്കാം. അടുത്ത് വാ, അടുത്ത് വാ, നിങ്ങളൊന്ന് പറയാന്ന്. ശങ്ങായില്ലേ, അതിന്റെ ശങ്ങായി ആര് മായൻ. ഓനും ഓളും തമ്മിൽ പലയിടത്ത് വെച്ച് ചുറ്റലും കൊഞ്ചലും കൊഴലും പറയുന്നതാണ്. അല്ല നമുക്ക് തോന്നാറില്ല. ആയിരല്ലാതെ ഓള് വേറെ നിൽക്കാനേക്കൂലെന്ന് അക്രമിക്കാനോട് ഓള് പറഞ്ഞിട്ട് പോലും. ആ നിരക്ക് നിൽക്കാവ് വേണോ വീരാനെ? വേണോ? അപ്പൊ അതാണ് കാര്യം. ഓനിക്കവിടുന്ന് പോയതേ അതെ. ദ്രോഹി ചങ്ങായി, എത്ര ചങ്ങായി. ഞമ്മളോട് ഈ കാര്യം പറഞ്ഞപ്പോ അത് വേണ്ട, നടക്കൂലെന്ന് പറഞ്ഞ് ഓ ഞമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇനി ഞമ്മ വിടൂല. ഞമ്മക്കൂട്ട് വാശി. ഞാൻ ചേക്കുട്ടി പിള്ളേരുടെ മോനാണെങ്കിൽ ഓളെ ഞാൻ കെട്ടു. നോയിത്തങ്ങള് അപ്പാടനക്ക് കിട്ടിയിരിക്കുന്നത്. വാശി കുടിക്കാ സെക്കുട്ടി മോനാളി അപ്പുറം നോക്കൂല. പെട്ടൊന്ന് തുണ്ടൊന്നാണ് അതേ പ്രകടനത്തും. എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് അത്രത്താനോട് ഓടെ ബാപ്പേനെ കണ്ട് കാര്യം പറ. ഇന്റെ ബാപ്പേന്റെ കാര്യം നമ്മൾ നോക്കിക്കോളാം. എനിക്കവ കഴിഞ്ഞു കുട്ടികൾ ഇപ്പിയാണ് അവന്റെ കളി. അഞ്ഞൂറ് നോട്ടൊന്നും വെച്ചില്ല.
എന്റെ മോന്റെ ചന്ത കണ്ടിട്ട് ആനക്കെന്താ മോനെ ദേഷ്യം പോലെ പോലെയൊക്കെ അത്രയുണ്ട് നമ്മൾ കഴിച്ചു നിങ്ങൾ മനുഷ്യനത മരാന്ന് ആനക്കെന്താ തോന്നുന്നു നിങ്ങൾ മനുഷ്യനും മരാന്ന് രണ്ടും കെട്ട ഒരു ഹമ്മക്കാന്ന് അന്ന് അക്കണക്കിന് പറ്റണം വേണ്ട ജാറ പഠിക്കണ്ട എന്താ പഠിച്ചാല് എന്താ പഠിച്ചാല് എനിക്ക് പാണി ഓ അന്റെ പണി ചെയ്താന്റെ പണിയൊക്കെ അന്നെ ചെയ്യണേ അല്ലേ ഞാൻ എന്ത് തെറ്റടമാണ് ചെയ്തത് നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളെ നിൽക്കാതിരിക്കാൻ നിങ്ങളെ ആരെയും ഏൽപ്പിച്ചിരിക്കണാന്ന് അതാണ് കാര്യം ഉമ്മാച്ചുവിന്റെ നിക്കാണ് അനക്ക് അതാണ് എന്നോട് ഇത്ര ദേഷ്യം അനക്കുള്ള വേറൊരു കണ്ണുണ്ടായിരുന്നത് ശരി തന്നെയാണ് ഒക്കെങ്കിലും മോനെ പോന്നോ കെട്ടും അല്ലാത്തോ മായയും പൊളിച്ച് വെള്ളം ഇറക്കിട്ട് ഇങ്ങനെ